ദൈവത്തിന് നമ്മിൽ ഓരോരുത്തരെക്കുറിച്ചും സമ്പൂർണ്ണമായ ഒരു പദ്ധതി ഉണ്ട്. വ്യത്യസ്തങ്ങളായ പദ്ധതികളിലാണ് ദൈവം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ജോസഫിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിൽ 80 വർഷക്കാലവും ഈജിപ്തിലെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോഴും മോശയുടെ ജീവിതത്തിൽ രാജകൊട്ടാര സുഖങ്ങൾ വെടിഞ്ഞ് 80 വർഷക്കാലം മരുഭൂമിയുടെ കാഠിന്യത്തോടും മല്ലടിക്കുകയായിരുന്നു. മോശ ജോസഫിൻ്റെ മാതൃക സ്വീകരിച്ച് കൊട്ടാരത്തിൽ സമൃദ്ധിയുടെ തണലിൽ കഴിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുകയില്ലായിരുന്നു. അതുപോലെ തന്നെ ഇന്നും ദൈവം ഒരു സഹോദരനെ അമേരിക്കയിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളാക്കുകയും നല്ല സമൃദ്ധിയോട് നിർത്തുകയും ചെയ്യുന്നെങ്കിൽ മറ്റൊരു സഹോദരനെ വടക്കേ ഇന്ത്യയുടെ പൊടിയും ചൂടും നിറഞ്ഞ പരുക്കൻ സാഹചര്യങ്ങൾ കൂടി നടത്തുകയും ചെയ്യുന്നെങ്കിൽ ഓരോരുത്തരും പരസ്പരം താരതമ്യം ചെയ്യുകയും അസൂയപ്പെടുകയും വിമർശിക്കുകയും ചെയ്യുന്നതിന് പകരം ദൈവത്തിന് തങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയെക്കുറിച്ച് ബോധ്യമുള്ളവരാകുക എന്നാണ് ഏറ്റവും നല്ലത്.